ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു മട്ടൺ കറിയാണ്. മട്ടൺ കറി മീൻസ് ബേസിക്കലി നമ്മുടെ നാടൻ മട്ടൺ കറി അല്ല, ഒരു ബംഗാളി ടൈപ്പ് ഓഫ് മട്ടൺ കറിയാണ് വെക്കാൻ പോകുന്നത്. ഇതിനകത്ത് സ്പെഷ്യലായിട്ടെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഡിഫറൻസേ ഉള്ളൂ. അതായത് കുറച്ച് നേരം നമ്മൾ മട്ടണിനകത്ത് കുറേ സ്പൈസസും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് പൊടിയും എല്ലാം ഒന്ന് പെരട്ടി മാരിനേറ്റ് ചെയ്ത് വെക്കണം. ബാക്കിയെല്ലാം ഇച്ചിരി കാര്യങ്ങളേ ഉണ്ട്. കുറച്ച് 2-3 കാര്യങ്ങൾ മാത്രം കുറച്ചൊരു മാറ്റം ഉണ്ടാവും, അത്രേ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് കുറച്ച് പണി ഉള്ളത് കൊണ്ടും മട്ടൺ ഒരുപാട് വേവാനുള്ളത് കൊണ്ടും നമ്മൾ പണി നേരത്തെ തുടങ്ങിയില്ലെങ്കിൽ പെട്ടെന്ന് പണി കഴിയുകയില്ല. അതുകൊണ്ട് എന്നാ ചെയ്യണം, അതിന് വേണ്ടിയ കാര്യങ്ങളൊക്കെ എന്നാന്നുള്ളത് എഴുതിയെടുത്തു. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകം, മല്ലിപ്പൊടി, ഉരുളക്കിഴങ്ങ്, കുറച്ച് വറ്റൽ മുളക്, പട്ടയുടെ ഇല, കുറച്ച് ഏലക്ക, കുറച്ച് പട്ട, ഇച്ചിരി പഞ്ചസാര, സവാള, വെളുത്തുള്ളി അരച്ചത്, ഇഞ്ചി അരച്ചത്, ടൊമാറ്റോ, ഗരം മസാല, പിന്നെ ഒരു ഇച്ചിരി ഉപ്പ്, പിന്നെ കുറച്ച് മട്ടൺ. ഇത് ചെയ്യുന്നത് വെജിറ്റബിൾ ഓയിലിൽ മതി. കാര്യം നമ്മൾ നാടൻ കേരള ഭക്ഷണമല്ല വെക്കുന്നത്, അതുകൊണ്ട് കുറച്ച് വെജിറ്റബിൾ ഓയിലിൽ ചെയ്യുക. ഇത് ബേസിക്കലി ചെയ്യുന്നത് മസ്റ്റർഡ് ഓയിൽ, അതായത് നമ്മുടെ കടുകെണ്ണയിലാണ് ചെയ്യുന്നത്. നമുക്ക് നാട്ടിൽ എനിക്ക് കടുകെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലേ, അതുകൊണ്ട് ഒന്നെങ്കിൽ വെളിച്ചെണ്ണ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ മതി. ഇപ്പം നമ്മളൊരു ബംഗാൾ, അതായത് നോർത്ത് ഇന്ത്യൻ സൈഡിൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുന്നത് അതിൻ്റെ ഒരു എന്താ പറയുക ടേസ്റ്റ് കിട്ടാനായിട്ട് കറക്റ്റായിട്ടുള്ളത്. അപ്പം നമുക്ക് കടുകെണ്ണ ഇഷ്ടമാണെങ്കിൽ അത് ഒഴിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ വെജിറ്റബിൾ ഓയിലാണ്. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ മട്ടനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ഒരു നുള്ളി ജീരകം ഇടുക. അല്ലെന്നുണ്ടെങ്കിൽ ജീരകപ്പൊടി ഇടാം. അതല്ല ജീരകം ഇതിനകത്ത് ഇടുന്നില്ലെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റാൻ നേരം അന്നേരം ഇട്ടേച്ചാലും മതി. ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ശകലം വെളുത്തുള്ളിയും ഒരു ഇച്ചിരി ഇഞ്ചി അന്നേച്ച് ഒരു ഇച്ചിരി ഉപ്പ്, ഇത് ഇത്ര എടുത്തേച്ച് ഈ മട്ടൺ എന്നാ ചെയ്യണമെന്നോ ഇതിനകത്തോട്ട് അങ്ങ് പെരട്ടണം. ഇത് ഇവിടെ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് തന്നെ ഇരിക്കട്ടെ. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അരപ്പുണ്ടാക്കണേ. അന്നേരം തീ ഒന്ന് കത്തിച്ചേച്ച്, അത് ഒരുപാട് ഡ്രൈ ആയി പോവാന്നേലും കുഴപ്പമില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. വെച്ചാൽ നമ്മൾ ഇറച്ചി കഴുകിയെടുക്കുമ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ ഊറി വരുവേ, ആ ഒരു മോയ്സ്റ്റ് മതിയാവും നമുക്ക് ആ ഇറച്ചിയിൽ കംപ്ലീറ്റ് മസാലാസ് ഒന്ന് തേച്ച് പിടിപ്പിക്കാനായിട്ട്. പക്ഷേ ഇനി തേക്കുമ്പോഴത്തേക്ക് നമ്മൾ മാക്സിമം മീറ്റ് എല്ലാം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ, അതായത് ഒരു ഓവർനൈറ്റ് വെക്കുകയാണെങ്കിലാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു മീറ്റിനകത്ത് നമ്മൾ എന്നതേലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ മട്ടൺ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി തൈരും കൂടെ ഒഴിച്ച് വയ്ക്കുവാണെന്നുവെങ്കിൽ മട്ടണോ ഏത് മീറ്റായാലും കുറച്ച് ടെൻഡർ ആവാൻ അത് സഹായിക്കും, പെട്ടെന്ന് വെന്തും കിട്ടും. അത് ഒരു ടിപ്പായിട്ട് മിക്കവരും മീറ്റ് ഉപയോഗിക്കുന്ന മീറ്റിലേക്ക് പുരട്ടി വെക്കാറുണ്ട് തൈര്. അല്ലാതെ വേറെ നമ്മൾ ഈ ബേക്കിംഗ് സോഡ അങ്ങനെയൊക്കെ ചെയ്താലും സെയിം സാധനം സംഭവിക്കുന്നത്. പക്ഷേ തൈരെന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ബെറ്റർ, അതുകൊണ്ടാണ്. ഇനി ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ച് വെച്ച് എണ്ണ നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ എന്നാ ചെയ്യണമെന്നറിയാമോ, നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങില്ലേ
അതൊന്ന് നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം. ഒന്നെങ്കിൽ നമുക്ക് ഈ സ്ക്വയറായിട്ട് ഉരുളക്കിഴങ്ങ് അരിയാം, അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസിന് അരിയുന്ന കൂട്ട് അരിയാം. ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂട്ടത്തിൽ അരിയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇത് ശരിക്കും നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വറുത്തെടുക്കുന്ന പോലെ തന്നെ ഇത് വറുത്തെടുക്കുക. ഫുൾ വേവത്തില്ല, ചിലപ്പോൾ നമ്മൾ ഒരുപാട് എണ്ണ ഒഴിച്ചാൽ ചിലല്ലോ വറുക്കുന്നത്. പിന്നെ ഇച്ചിരി കട്ടി കൂട്ടിയേച്ചാൽ നമ്മൾ അരിയുന്നത്, അന്നേരമൊക്കെ പെട്ടെന്ന് ഈ ഒരു എണ്ണയിലൊന്നും അത് വെന്ത് കിട്ടുകയില്ല. അപ്പോൾ എന്നാ ചെയ്യണം, നമ്മൾ കുക്കറിനകത്ത് വേവിക്കാൻ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഇട്ടേക്കരുത്. ലാസ്റ്റ് നമ്മൾ ആ മട്ടൺ ഒന്ന് കുറുകാൻ വേണ്ടിയൊക്കെ ചേർക്കുകയല്ലേ, ആ സമയമാകുമ്പോഴത്തേക്ക് ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആ ഫ്രൈ ചെയ്തതിൻ്റെ ഒരു എഫക്റ്റും എല്ലാം ഇതിനകത്തുണ്ടാവും. ഇനിയിപ്പോൾ അഥവാ ഉരുളക്കിഴങ്ങ് ഒക്കെ ആണെങ്കിലും വറുത്തെടുക്കാനും അരിയാനും ഒക്കെ മെനക്കേടാന്നു എങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മുടെ വീട്ടിൽ ഫ്രഞ്ച് ഫ്രൈസ് മേടിക്കുവാന്നു എങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് വറുത്ത് മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് കറി എല്ലാം ആയി കഴിയുകയല്ലേ, അന്നേരം ഉണ്ടല്ലോ നമ്മൾ പാത്രത്തിനകത്തോട്ട് ഒഴിക്കുകയല്ലേ, ആ സമയത്ത് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടി ഇട്ട് വെച്ച് ഇത് ഒഴിച്ചേച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഒഴിച്ചിട്ട് മേളിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേച്ചാലും മതി. ഭയങ്കര ടേസ്റ്റാണ്. ഇത് ലേശം വെച്ചാൽ ഒരിച്ചിരി ഒരു ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഞാനത് എടുക്കുക. ഇനി ഇതിനകത്തോട്ട് നമുക്ക് എല്ലാ സ്പൈസസും ചേർക്കണേ. അതായത് ഒരു 3-4 വറ്റൽമുളക്, പട്ടയുടെ ഇല, 3-4 ഏലക്ക. പട്ടയുടെ ഒരു ഭയങ്കര വണ്ണമുള്ള പട്ടയാന്നേലും ഒരു ചെറിയ കഷ്ണം ഇട്ടേച്ചാൽ മതി. ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, ഒരു കിലോ മട്ടൺ ആണെങ്കിൽ ഒരു മീഡിയം സൈസ് 4 ഉള്ളിയാണ് വേണ്ടിയത്. ഇനി എന്നാന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നോ കോംപ്രമൈസ്. ഉള്ളി നല്ലതായിട്ട് ബ്രൗൺ ആവണം. ബ്രൗൺ മീൻസ് നമ്മൾ ബിരിയാണിയിലിടുന്ന പോലെയല്ല, ഒരു ഇച്ചിരി ബ്രൗൺ ആവണം. ബ്രൗൺ ആവാതെ നമ്മൾ ഏത് കറി വെച്ചാലും ശരിയാ, ഈ ഉള്ളിയുടെ ഒരു പച്ച റോ ടേസ്റ്റ് മുന്നേ നിൽക്കും. ഉള്ളിയുടെ റോ ടേസ്റ്റ് മുന്നേ നിന്നുണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കറിക്ക് ബേസിക്കലി ഒരു മധുരം വരും. ഇപ്പം നമ്മുടെ ഉള്ളി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീ ഇച്ചിരി അങ്ങോട്ട് കുറച്ച് വെച്ച് ഇതിനകത്തോട്ട് നമ്മൾ ബാക്കി കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ചേർക്കണം. മേടിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ആണെങ്കിൽ ഒരു ഇച്ചിരിയും ചേർത്താൽ മതി. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിനകത്തും ഉപ്പ് ഉള്ളതാണ്, അതനുസരിച്ച് വേണം ഇതിനകത്തും ചേർക്കാനായിട്ട്. ഇതങ്ങോട്ട് ഇളക്കി വെച്ച് എന്നാ എടുക്കണമെന്നോ, ആ ഇച്ചിരി നടുഭാഗത്തായിട്ട് ഒരു ഇച്ചിരി എണ്ണ വരികയല്ലേ, അതിനകത്തോട്ട് ഒരു 1/2 സ്പൂൺ ഓഫ് പഞ്ചസാര, അന്നേച്ച് അതിനെ ഒരു ഇച്ചിരി കാരമലൈസ് ആക്കാൻ നോക്കണേ. അന്നേച്ച് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അങ്ങ് മൂക്കണം, അതിൻ്റെ ആ റോ ടേസ്റ്റ് എല്ലാം പോണം. ഇതിനകത്തോട്ട് ഇച്ചിരി ടൊമാറ്റോ, ഈ ടൊമാറ്റോ നല്ലോണം അങ്ങ് വെന്ത് ഉടഞ്ഞ് ഇതിനകത്ത് ചേരുന്നതോടുകൂടി നമുക്ക് ഒരുപാട് വലിയ പണിക്ക് പോകണ്ട. എന്നാ ചെയ്യണമെന്നറിയാവോ, ഈ പൊടിയെല്ലാം ഇതിനകത്തോട്ടും കൂടെ ഇതിനിട്ടേക്കുന്നതിൻ്റെ ബാക്കി ഹാഫ്, അതായത് ഒരു കിലോ ഇറച്ചിയാന്നു എങ്കിൽ ടീസ്പൂൺ കണക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 4 ടീസ്പൂൺ, അതായത് കാശ്മീരി മുളക് പൊടിയാണ് എങ്കിൽ, എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരിവ് കണക്കനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഇതിപ്പോൾ കാശ്മീരി മുളക് ഇതിനകത്ത് 2 സ്പൂൺ ചേർത്തു, അപ്പോൾ ബാക്കി ഇതിനകത്ത് 2. അതേപോലെ മല്ലിപ്പൊടി, ഇച്ചിരി മൊരിഞ്ഞു വന്നേച്ച് ആ എണ്ണ ഒന്ന് തെളിയണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി
ഗരം മസാലയും കൂടി ഇടുക. കുറച്ചിട്ടാൽ മതി, കാര്യം ആദ്യം നമ്മൾ കുറച്ച് സ്പൈസസ് എല്ലാം കൂടി ഇട്ടേച്ചാന്നു മട്ടൻ കറി തുടങ്ങിയത്. അതുകൊണ്ട് കുറച്ച് മസാല ഇട്ടാൽ മതി. വേണം എന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്തേച്ചാൽ മതി. നമ്മുടെ ആ പൊടിയെല്ലാം ഒന്ന് മൂത്ത മണം വരുന്നുണ്ട്. അന്നേരം ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തേച്ച് എണ്ണ ഒന്ന് തെളിയിക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന ഗ്രേവി നല്ല കുറുകി വരണം. അതായത് ഇപ്പോൾ ഗ്രേവി ആയിട്ടില്ല, ഉള്ളിയും ആ ടൊമാറ്റോയും പൊടിയും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു തിക്ക് ഗ്രേവി പോലെ ആവും. അതുവരെ നമ്മൾ അതിനെ ഇങ്ങനെ എന്താ പറയുക, ഇളക്കി അത് മാഷാക്കി കൊണ്ടിരിക്കുക. ഏതാ നമ്മുടെ ടൊമാറ്റോ. ഉള്ളി പിന്നെ അത്ര ആവാനില്ല, കാര്യം എന്നാ വെച്ചാൽ ഏകദേശം ബ്രൗൺ ആയി. പിന്നെ ആ ഒരു മട്ടൻ്റെ കൂടെ വേകുമ്പോൾ തന്നെ അതങ്ങ് ആയിക്കോളും. അല്ലെങ്കിലും മട്ടൺ കുക്കറിലിട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വേവിൻ്റെ ഒരു എന്താ പറയുക, ബാക്കി മീറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി വേവ് കൂടുതല. ആ വേവ് വരുമ്പോൾ തന്നെ നമ്മുടെ ടൊമാറ്റോയും എല്ലാം അങ്ങ് ഒരു തിക്ക് ഗ്രേവി ആയിക്കോളും. പക്ഷേ എന്നാലും ഇങ്ങനെ ചെയ്യുന്ന എന്നാണെന്നറിയോ, നമ്മൾ ചേർത്തേക്കുന്ന ആ പൊടിയുടെ ഒരു റോ ടേസ്റ്റ് പോകാനും നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിനകത്ത് എണ്ണ തെളിഞ്ഞു. ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ, നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ ഇല്ലേ, അതിനകത്തോട്ട് ഉപ്പ് ഉള്ളി മൂപ്പിക്കാൻ നേരം ഞാൻ ഇട്ടിട്ടേ ഉള്ളൂ, അല്ലാതെ ഇട്ടില്ല. കുറച്ച് നേരം ഇതിനകത്ത് ഇങ്ങനെ കിടന്നൊന്ന് വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ ഇറച്ചി ചേർത്തിരിക്കുന്ന ആ ഒരു പൊടിയെല്ലാം ഇല്ലേ, അതിൻ്റെ ഒരു പച്ചച്ചവ മാറാനും അതൊത്തിരി ഹെൽപ്പ് ചെയ്യും. ഇതേപോലെ പാനിലിട്ടാ ചെയ്യുന്നെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയാവോ, ഒരു ഇച്ചിരി നേരം നമ്മളിപ്പോൾ ഈ പൊടി വഴറ്റിയ കൂട്ടൊക്കെ വഴറ്റുവല്ലേ എന്ന് പറഞ്ഞ പോലെ ഇറച്ചി ഇട്ടിട്ടും കുറച്ച് നേരം വഴറ്റിയിട്ട് വെള്ളം ഒഴിക്കാതെ കുറച്ച് നേരം, അതായത് അതിൽ നിന്ന് വെള്ളം ഊറിയിട്ട് ഒന്ന് ആ പൊടിയെല്ലാം ഒന്ന് വേവുന്ന നേരമില്ലേ, അത്രയും നേരം ഒന്ന് അടച്ചിടുക. നല്ല ആവി വന്നേക്കുമ്പോൾ ഒരു സിമ്മാക്കിയതിന് ശേഷം മാത്രം ഇത് കുക്കറിലേക്ക് മാറ്റി വെച്ച് വേവിച്ച് നല്ലതായിട്ട് പ്രസൻറ്റ് ചെയ്താൽ മതി. വേവിച്ച് വാങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ഇട്ട് മല്ലിയിലയും ധാരാളം ഇടുക. ഇത്രയും മാത്രമേ ഉള്ളൂ മട്ടൻ കറി. നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡിയാകുന്നു. ഈ പറഞ്ഞ പോലെ നമ്മുടെ മട്ടൻ കറി എന്ന് പറയുമ്പോൾ പക്ക നമ്മുടെ ഒരു നാടൻ സ്റ്റൈൽ അല്ല, ബട്ട് കുറച്ച് ഡിഫറെൻ്റ് ആണ്, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. അതിനകത്ത് ഇച്ചിരി ജീരകം ഇടുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ആ ഫ്ലേവറിൽ ഒരു നോർത്ത് ഇന്ത്യൻ എഫക്റ്റ് ഫീൽ ചെയ്യും.